We are going to Goa! ഹൗറ ബാലൂർഘട്ട് എക്സ്പ്രസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. വീണ്ടും നമ്മളൊരു ലോങ് ട്രിപ്പിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. ഗോവയിലേക്കാണ് പോകുന്നത്. ഗോവ എന്ന് പറയുമ്പോൾ SSFൻ്റെ നാഷണൽ സാഹിത്യോത്സവം നടക്കുന്നത് ഗോവയിൽ വെച്ചാണ്. അപ്പോൾ വെസ്റ്റ് ബംഗാളിലെ നമ്മുടെ ടീമിനേറ്റ് വളരെ സജ്ജമാക്കിയ ഒരു വലിയ ടീമിനേറ്റാണ് നമ്മൾ ഗോവയിലേക്ക് പുറപ്പെട്ടിട്ടുള്ളത്. ഇവിടുന്ന് ഏകദേശം 2.5 ദിവസത്തെ യാത്ര ഉണ്ട്. ഏകദേശം 3 ട്രെയിനിൽ കയറി ഇറങ്ങിയിട്ട് വേണം ഗോവയിലെത്താൻ ഇൻഷാ അല്ലാഹ്. അതിൻ്റെ വിശേഷങ്ങളും മറ്റു കാഴ്ചകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. ഈ ട്രെയിൻ എടുക്കുന്ന ഏറ്റവും ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനിലാട്ടോ നമ്മളുള്ളത്. ഇതിനപ്പുറത്ത് ഇനി റെയിൽവേ ഇല്ല, അത് എൻ്റാണ്. നോക്കൂ, ഒരു 5 കിലോമീറ്റർ കൂടി പോയാൽ ബംഗ്ലാദേശ് എത്തി. അപ്പോൾ നമ്മളിവിടെ വന്നിട്ടുള്ളത് നമ്മൾ ജനറലാണ് പോകുന്നത്. അപ്പോൾ നേരത്തെ കയറിയിരുന്നാൽ ഒരുപാട് സീറ്റുകൾ ഒഴിവുണ്ടാവും. അപ്പോൾ ആ സീറ്റിലൊക്കെ കയറിയിരിക്കാനാണ്. എല്ലാവരും സാഹിത്യോത്സവത്തിന് വേണ്ടിയിട്ട് വന്നവരാണ്. എല്ലാം ബുക്കഡായിട്ടുണ്ട്. ഒരു ബോഗി മൊത്തം ബുക്കഡ്. അടിപൊളി ഐഡിയ. എല്ലായിടത്തും നമ്മളെ ആൾക്കാരാട്ടോ. ഇവിടെ വന്നാലിതാ ഇവിടെ നമ്മളെ ആൾക്കാർ തന്നെ. നമ്മൾ ഇങ്ങോട്ട് വന്നതിനുള്ള കാരണം ഇതാണ്, നമുക്ക് സീറ്റ് ലഭിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ആദ്യം കൊൽക്കത്തയിലേക്കാണ് പോകുന്നത്. അവിടെ നിന്നാണ് നമ്മുടെ ഗോവയിലേക്കുള്ള ട്രെയിൻ. ചെറിയ മക്കളായിട്ടാട്ടാ ഗോവ വരെ എത്താനുള്ളത്. വടച്ചറപ്പ് നമ്മുടെ കൊൽക്കത്ത ബിരിയാണിയിൽ അതിപ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഇത്, ആലു, അതായത് ഉരുളക്കിഴങ്ങ്. ഇനി ഇതും ചിക്കനും കൂടിയും വെച്ച് നോക്കാം നമുക്ക്, ഏതാണ് കൂടുതൽ വലിപ്പം നോക്കുക. ഒരു ബിരിയാണിയുടെ ഏകദേശം ഭാഗത്ത് ആലും വന്ന് ചിക്കനും വന്ന്. അങ്ങനെ നമ്മൾ ഇന്നലെ രാത്രി ഇവിടെ ഹൗറ റെയിൽവേ സ്റ്റേഷനിലെത്തി കൊൽക്കത്തയിൽ. അവിടുന്ന് ഇന്ന് 3 മണിക്ക് നമ്മൾ ട്രെയിനിൽ കയറുകയാണ്. നേരെ മുംബൈയിലേക്കാണ് പോകുന്നത്. മുംബൈയിൽ നിന്ന് വീണ്ടും അടുത്ത ട്രെയിൻ കയറിയിട്ടാണ് ഗോവയിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്, വണ്ടി കാത്ത് നിൽക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾ എത്തുന്നതാണ്. ഈ സ്റ്റേഷൻ്റെ പേര് സാന്ത്രഗച്ചി എന്നാട്ടോ. ഹൗറ സ്റ്റേഷനിൽ നിന്ന് കൊൽക്കത്തയിൽ ഒരുപാട് സ്റ്റേഷനുകളുണ്ട്. അപ്പോൾ അതിൽപ്പെട്ട ഒരു സ്റ്റേഷനാണ് സാന്ത്രഗച്ചി സ്റ്റേഷൻ. അവിടെയാണ് ഇപ്പോൾ നമ്മളുള്ളത്. അവിടെ നിന്നാണ് നമ്മൾ മുംബൈയിലേക്ക് ട്രെയിൻ കയറുന്നത്. മുംബൈ സിറ്റി ട്രെയിൻ. നമ്മളെ ട്രെയിൻ എത്തി. വണ്ടിയുടെ പേരെന്താ? മുംബൈ LTT എക്സ്പ്രസ്. മുംബൈ മുംബൈ അല്ലല്ല, മുംബൈ LTT എക്സ്പ്രസ്. ഇത് മാറ്റം. ഇതെന്തോന്നത്? എന്താ ഫുൾ പാർസലല്ല, ഇതില്ലേ? എത്തി. ഇത് 2ാമത്തെ സ്റ്റോപ്പ്, അതുകൊണ്ട് ആളില്ലാത്തത്. സൈറ്റ് പോകി ഇവിടെ നിർത്തുന്നാണ് കാണിച്ചിട്ടുള്ളത്. നമുക്ക് കറക്റ്റ് നിർത്തുമെന്ന് നോക്കാം. B1 ഇല്ല കേട്ടോ, തെറ്റിച്ചു. മുന്നോട്ട് അടക്കേണ്ടി വരും. അതാ S7 വരുന്നുണ്ട്. അവിടെയാണ് S7 നിൽക്കേണ്ടത്. ഇതാണ് S8ന്റെ സ്ഥലം. S8 പിന്നെ കറക്റ്റ് ഇട്ടാ, പക്കാണ്. കാണുന്നില്ല. ഓ പൊളി, ഇന്ത്യൻ റെയിൽവേ പൊളി. കണ്ട് പഠിക്ക്. അബ്ബാസിന്റെ വക ഐറ്റംസ് ചിപ്സ് എപ്പോഴാണ് കൂത്തി വെച്ചിരിക്കുന്നില്ലേ അബ്ബാസ്? ഇതെങ്ങനെ ബംഗാള് കിട്ടൂലല്ലോ അത്? നാട്ടിൽ നിന്ന് കൊടുന്നാണ് അബ്ബാസ്. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ വന്നു അതിരാവിലെ ഛത്തീസ്ഗഡിലാണ് എത്തിയിരിക്കുന്നത്. നമ്മളെ ഛത്തീസ്ഗഡിലെ ബിലാസ്പൂർ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനാണിത്. നമ്മൾ ഇന്നലെ രാത്രി യാത്ര തുടങ്ങി. ഏകദേശം മാപ്പിൽ നോക്കുകയാണെങ്കിൽ വെസ്റ്റ് ബംഗാൾ, അത് കഴിഞ്ഞിട്ട് ഒഡീഷ, ജാർഖണ്ഡിൻ്റെ ഒരു ഭാഗത്ത് കൂടി വന്നു. വെസ്റ്റ് ബംഗാൾ, ജാർഖണ്ഡ്, പിന്നെ ഒഡീഷ. അതൊക്കെ കടന്ന് നമുക്ക് ഇവിടെ എത്തണം.
ഇനിയുണ്ട് ഒരുപാട് യാത്ര. നല്ല തണുപ്പാട്ടോ, രാത്രി നല്ല ഉഷാറായി കിടന്നുറങ്ങി. നമ്മൾ സാധാ ചോറൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ. 100 രൂപയാണ് വരുന്നത്. 3 കറികൾ, ഒരു ചപ്പാത്തി, അച്ചാറ്, എല്ലാം കൂടിയുള്ള സാധനമാണ്. മെമോ ട്രെയിൻ നോക്കി, നല്ല റഷാണ്. നമ്മൾ അതിരാവിലെ മുംബൈ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് പനവേലിലേക്ക് കയറി അവിടെ നിന്നാണ് പിന്നെ മഡ്കോണിലേക്കുള്ള ട്രെയിന്. പനവേൽ നമ്മൾ മെമോ ട്രെയിനിൽ കയറി. ഇനി പനവേൽ ഇറങ്ങുകയാണ്. ഇനി ഇവിടെ നിന്നാണ് അടുത്ത മഡ്ഗോണിലേക്കുള്ള ട്രെയിന്. സൈക്കിളുകളൊക്കെ ഇവിടെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് ബൈക്കുകളാണെങ്കിൽ ഇവിടെ സൈക്കിള്. ഏതാ പൂട്ട്. നമ്മൾ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഇറങ്ങിയതാണ്. എല്ലാവരും ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വ്യത്യസ്ത തരത്തിലുള്ള ഐറ്റംസുകളുണ്ട്. നമ്മൾ നാസ്ത കഴിക്കാം കേട്ടോ. നല്ല വടയും ഇഡ്ഡലിയും. ഇതെന്താ? സാമ്പാർ. അത് അവിടെ സ്ഥലമുണ്ട്. നല്ല മസാല ദോശ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഫുള്ള് ഫുഡ് സ്ട്രീറ്റ് ആട്ടോ. ഇവിടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. എല്ലാവരും പല ഷോപ്പിൽ നിന്നായിട്ട് കഴിക്കുന്നുണ്ട്. ഞങ്ങൾ നല്ല ഇഡലിയും പിന്നെ വടയൊക്കെ കഴിച്ച് അടിപൊളി സാധനം ചെയ്യാണ്. സ്വാലിസ എന്താ ഓർഡർ ചെയ്ത്? ഓ 2 വഴി ആഡംബരമായിട്ടേ കഴിക്കുള്ളൂ. എത്രയാണ് മസാല ദോശക്ക്? 40 രൂപ. 40? 50. ഓ, ഇഡ്ഡലി വട 40. നമ്മളെ കുട്ടികളൊക്കെ ഇവിടെ? കുട്ടികളതാ. ടീം ബീഹാറാണ് ഇട്ടത്. ടീം ബീഹാറും ബംഗാളും ഒരുമിച്ചാണ് നമ്മൾ കൊളാബ് ചെയ്തിട്ടാണ് ഇപ്രാവശ്യം സാഹിത്യോത്സവത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. നമ്മളെ കൂടെയുള്ളത് ഫേമസ് യൂട്യൂബർ ഷേയ് ചെമ്പറ. ഞാനാണ് അതിൻ്റെ ആള്. മൈക്കത്തൊന്നാളെ കേക്കണ്ട നിങ്ങളെ വോയിസ് കേക്കണ്ട. ഞാനിന്ന് ഇവരുടെ വ്ളോഗ് ഫുള്ള് കൊളാക്കാനായിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. ഞാനെടുത്തിടും. എങ്ങനെയുണ്ട് ഫുഡ്? അടിപൊളി ഫുഡ്. 6 മാസത്തിന്റെ ശേഷം ആസ്വദിച്ച് കഴിക്കണം. നാട് മിസ് ചെയ്യുന്നുണ്ടോ? ഓ, മിസ് ചെയ്യണ്ടെന്നോ. ഇനിയിപ്പോ നാട്ടിലൊക്കെ പോവുള്ളത്. അപ്പൊ നിങ്ങൾ ഇതുവരെ എന്താ കഴിച്ചിരുന്നത്? നിങ്ങൾ ഇതുവരെ എന്താ കഴിച്ചിരുന്നത് കോളേജിൽ? ഇതുവരെ ദാൽ ചാവൽ, ആലു ഇല്ലാത്ത പരിപാടിയില്ല. നമ്മളൊരു മെഡിക്കൽ ഷോപ്പിൽ കയറിയാണ്. മെഡിക്കൽ ഷോപ്പിൽ ഇതാ ഐസ്ക്രീം അടക്കണ്ടല്ലോ, എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ. നമ്മള് പൻവേൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ നമുക്ക് ഫുഡ് കൊണ്ടു തന്ന്. നാടൻ ഫുഡ് ഇട്ട് നമ്മളെ നാട്ടിലെ ഫുഡ്, മീൻകറി, വെജിറ്റബിൾ രണ്ടും കൂടി അടിച്ച്. പ്രോഗ്രാം ഓ രാജസ്ഥാനിലെ നമ്മുടെ ടീമാണ് കേട്ടോ. സീറ്റ് കഹാ? ഓ മലയാളം മാര് കേസ്. വെരി ഷുഐബ്. നിങ്ങളെ പേരെന്താ? തൗഫീഖ്. കേരള സെ? ഓ യെസ് ഇന്ത്യ फाउंडेशन के इंस्टाला स्कूल है ना? ओ कहाँ बाकी लोग? बाकी अभी आने बाकी. ये तो हमारे स्कूल के ही है सारे लड़के. हाँ ठीक है. നമ്മൾ പൻവേലിന് വാങ്ങിച്ച ഭക്ഷണം ഒന്ന് നോക്കാം. മീൻ കറിയാണിത്. പരിപ്പ് അല്ല, അത് സാമ്പാറുണ്ട്, അച്ചാറ് ഇവിടെ ഒരു അച്ചാറ്, പിന്നെ ഇതെന്തോ, പിന്നെ ചോറും അത്യാവശ്യമുണ്ട് കഴിക്കാണ്ട്. മീനാണ് കേട്ടോ, അയില. എന്താ വാടി ഫുഡ്? നാടൻ ഫുഡ്.
നാട്ടിലെത്തിയ ഫീലിംഗ് ഉണ്ടോ ഉസ്താദെ? കഴിച്ചിട്ട് പറഞ്ഞാൽ മതി. അങ്ങനെ നമ്മൾ ഫൈനലി 3 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഗോവയിൽ എത്തിയിരിക്കുകയാണ്. ഗോവയിലെ മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. മാഷാ അല്ലാഹ്. പ്ലാറ്റ്ഫോം 1 നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. നമ്മുടെ കൂടെയുള്ള കുട്ടികളും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമായതുകൊണ്ട് ടാക്സി ഡ്രൈവർമാരൊക്കെ ഇവിടെ ആണി നിരന്നിട്ടുണ്ട് അവരെ സ്വീകരിക്കാനായിട്ട്. നമുക്ക് ഏതായാലും പുറത്ത് വേറെ വണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ താമസിക്കുന്ന റൂമിലേക്ക് പോകുന്നത്. മാഷാ അല്ലാഹ്. നമ്മുടെ ടീം വെസ്റ്റ് ബംഗാളാണ് ഇട്ടത്. അപ്പുറത്ത് കർണാടക ഉണ്ട്. ഇനി ഒരുപാട് ടീമുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കർണാടക ടീം മാനേജർ അമീത് സാബ് ഇവിടെ ഉണ്ട്. ഇപ്രാവശ്യം കർണാടക കൊണ്ടുപോകും, തീർച്ചയായിട്ടും കൊണ്ടുപോകും. കഴിഞ്ഞ വർഷം ആവർത്തിക്കുമെന്നാണ് നമ്മുടെ ഹമീദ് സാഹിബ് പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് ആവേശത്തിലാണ് കർണാടക ടീം ഇവിടെ എത്തിയിട്ടുള്ളത്. ഏകദേശം 120-ലധികം പാർട്ടിസിപ്പൻസ് പ്രതിനിധികളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. മാഷാ അല്ലാഹ്. അവർ ഈ റെയിൽവേ സ്റ്റേഷൻ ഒന്നാകെ പ്രകമ്പനം കൊള്ളിക്കുകയാണ് SSFന്റെ സോങ് കൊണ്ട്. যাবো মদিনা ছেড়ে দে নৌকায় আমি যাবো মদিনা ওদের জিন্দাবাদ ওয়েস্ট বেঙ্গল টিম জিন্দাবাদ. അങ്ങനെ നമ്മൾ മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പതുക്കെ ഇങ്ങനെ നടന്നിട്ടുണ്ട്. നമുക്കായി ഒരുക്കിയ ലോഡ്ജ് നമുക്ക് ഇവിടെ SSF ഒരുക്കി തന്നിട്ടുണ്ട്. ടീം വെസ്റ്റ് ബംഗാളിന് എല്ലാ ടീമിനും അങ്ങനെ ലോഡ്ജുകളുണ്ട്. അപ്പോൾ അവിടത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം നമ്മൾ ചെറുതായിട്ട് ഇവിടുത്തെ നൈറ്റ് ലൈഫ് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാര്യപ്പെട്ട കാഴ്ചകളൊന്നുമില്ല. 1-2 ഫ്ലാറ്റുകളും റെസ്റ്റോറൻറ്റുകളൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് വിശേഷപ്പെട്ട കാഴ്ചകൾ നാളെ മുതൽ ഉണ്ടായിരിക്കും. നമ്മൾ ഇവിടെയാണ് താമസം. ഹോട്ടൽ സൺറൈറ്റ്. മാഷാ അല്ലാഹ്. മാഷാ അല്ലാഹ്. നമുക്ക് നല്ല അടിപൊളി റൂം തന്നെ കേട്ടോ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത്. ഏകദേശം ഒരു ഡോർമെറ്ററി സിസ്റ്റമാണ്. ഇത് മുഴുവൻ നമ്മുടെ കുട്ടികളാണ് രൂപത്തിലാണ്. ഒരു റൂമിൽ ഏകദേശം 4-5 ആൾക്കാർക്ക് കിടക്കാനുള്ള സൗകര്യമുണ്ട്. ഇവിടെയൊക്കെ നമ്മളെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള ഇതൊക്കെ വിവിധ സ്റ്റേറ്റിലുള്ള നമ്മുടെ പ്രതിനിധികളാണ്. ഇവിടെ ഉണ്ട് നല്ല അടിപൊളി ബാത്റൂം, വാഷ്റൂം സൗകര്യമുണ്ട്. ഇതെല്ലാം നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്ത് തന്നതാണ്. അങ്ങനെ ഇപ്പോൾ സമയം ഏകദേശം 2 മണിയായിട്ടുണ്ട്. നമുക്ക് റൂം കിട്ടി, ഫുഡ് കഴിച്ച് ഇപ്പോൾ ഉറങ്ങാനുള്ള പരിപാടിയാണ്. ഇൻഷാ അല്ലാഹ് ഈ എപ്പിസോഡ് ഇതോടെ അവസാനിക്കുകയാണ്. നാളെ മുതൽ മറ്റു കാഴ്ചകൾ നമുക്ക് കാണാം. ये हमारा चौथा नेशनल प्रोग्राम जो गोवा के सरजमीन पर मुनक्किद हुआ. इससे पहले गोवा के ताल्लुक से लैला ने दीवाना बनाया था, तुझसे चाहा.